നിങ്ങളുടെ ഒന്നും ചോദ്യത്തിന് മറുപടി തരേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇതിപ്പോ കണ്ണേട്ടന് മാത്രമല്ല, എന്റെയും കൂടി വീടാ. ആളെ കണ്ടാ തന്നെ ആളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നമ്മുടെ ദുർഗാമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മ എന്തിനാണ് ഇതിനു വേണ്ടും ബാലഹാരങ്ങൾ ഇങ്ങോട്ട് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവന്നേ എന്ന് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിപ്പോ എന്റെയും കൂടെ വീടാണ്, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ളത്ര പലഹാരം കൊണ്ട് ഇവിടെ വരും, നിങ്ങൾ ആരാണ് ഈ ചോദ്യം ചെയ്യാൻ എന്ന് നമ്മുടെ ദുർഗാമ്മയോട് പറയുന്നുണ്ട്. അപ്പൊ ഉണ്ണിയും ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വായ അടപ്പിച്ചു. നമ്മുടെ മഹാലക്ഷ്മി പറഞ്ഞു, ഇത് എന്റെ വീടാണ് എന്ന് പറഞ്ഞതോടുകൂടി അവരുടെ വായൊക്കെ അടഞ്ഞു. അപ്പുറത്ത് നമ്മുടെ മേഘനാഥന്റെ അമ്മയാണെങ്കിൽ ഒരു വയറ്റാട്ടിയെ നമ്മുടെ കരുണാലയത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്തിനാണ്? മഹാലക്ഷ്മിയെ കണ്ടിട്ട് അവർക്ക് കാണുമ്പോൾ, ഒരു പെണ്ണിനെ കാണുമ്പോൾ അറിയാൻ പറ്റുമോ അത്ര ആ പെണ്ണിന് വയറ്റിലുണ്ടോ ഇല്ലയോ എന്ന്. ചിലവർ അങ്ങനെ ഉണ്ടല്ലോ, കൈനോട്ടക്കാർ വരെ ഉണ്ടല്ലോ അങ്ങനത്തെ. അങ്ങനെ ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ കരുണാലയത്തിലേക്ക് വിടുവാണ്. അപ്പൊ അവിടെ ചെന്ന് നമ്മുടെ മഹാലക്ഷ്മി, ദുർഗാമ്മയാണ് വാതിൽ തുറക്കുന്നത്. ദുർഗ വാതിൽ തുറന്ന അതിക്ക് അപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മിയെ ആ സ്ത്രീ കാണുന്നുണ്ട്. അവരപ്പൊ തന്നെ ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ഒരു ഇതിൽ നോക്കുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മിക്ക് എന്താണ് ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പൊ ഈ വയറ്റാട്ടി വഴി ഇനി എല്ലാവരും അറിയും നമ്മുടെ മഹാലക്ഷ്മി ഗർഭിണിയാണെന്നുള്ളൊരു വിവരം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെ? കാത്തിരുന്ന് തന്നെ കാണോട്ടെ. ഇനിയാണ് വമ്പൻ ട്വിസ്റ്റുകൾ വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹേറാം ദി മലയാളി സൈനിങ് ഓഫ്.